എല്ലാ കൂട്ടുകാരും J4A ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ഉപകാരമുള്ള വീഡിയോ ആണ്. അതായത് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ എത്ര നാശമായിരിക്കുന്ന നമ്മുടെ പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ നല്ല ഭംഗിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ മതിലേക്കൂടെ വെച്ചേക്കണം നമ്മുടെ പോട്ട്. എല്ലാം സിമെൻറ്റിൻ്റെ പോട്ടാണ് കേട്ടോ കുറേ ഇരിക്കുന്നത്. പക്ഷേ എല്ലാം എന്താ പറയുക പായലൊക്കെ പിടിച്ച് വളരെ മോശമായിട്ടാണ് നമ്മുടെ പോട്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കിതിലെ പായലെല്ലാം കളഞ്ഞ് നമുക്ക് ഈ ഒരു പോട്ടിനെ എല്ലാം നല്ല ഭംഗിയാക്കിയിട്ട് അടിപൊളിയാക്കി എടുത്താലോ. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ലുക്കാണ് കേട്ടോ, ഇങ്ങനെ സിമെൻറ്റ് ചട്ടി ഇരിക്കുന്നതിൻ്റെ ആദ്യത്തെ ലുക്കാണ് കാണിച്ചിരുന്നത്. ഇനി ഇത് നമ്മളെ നല്ല ഭംഗിയാക്കിയിട്ട് വരുന്ന ഒരു ലുക്കും കൂടെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട എന്താണെന്നറിയാമോ, ഇത് കണ്ടോ നമ്മുടെ ഇങ്ങനത്തെ സിമെൻറ്റിൻ്റെ പോട്ടൊക്കെ ആകുമ്പോൾ നിറച്ചിങ്ങനെ കുറേ നാൾ നമ്മൾ നനവൊക്കെ ചെന്ന് കഴിയുമ്പോൾ കണ്ടോ നമ്മുടെ പൊട്ടിലൂടെ മുഴുവൻ ഇങ്ങനെ പായൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പായലിനെ മൊത്തത്തിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ നനഞ്ഞ പോട്ടിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാകൂല. അപ്പോൾ നല്ല ഉണങ്ങി നിൽക്കുന്ന പോട്ടിൽ വേണം കേട്ടോ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പോട്ട് നല്ലോണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചേക്കണതാണ് കേട്ടോ. ഇത് സാൻഡ് പേപ്പറാണ്. അപ്പോൾ ഇത് നമ്മുടെ പായലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഉരച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. ഇതുപോലെ ഉണ്ടല്ലോ ഒരു ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ ഇതുപോലെ കാണുന്ന ഈ പോട്ടിനെ മൊത്തം ഉരച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. കുറച്ച് എന്താ പറയുക ഒരു കഷ്ടപ്പാടുള്ളൊരു പണിയാണ്. പക്ഷേ നമുക്ക് പുതിയ അതായത് ഇങ്ങനെ പായലൊന്നും പിടിക്കാത്ത ഇതുപോലത്തെ സിമെൻറ്റിൻ്റെ ചട്ടിയിൽ നമുക്ക് ഇതുപോലെ കഷ്ടപ്പെടണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന പാടെ തന്നെ ചട്ടിയിൽ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ ഈ ഒരു മെനക്കേടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ പോട്ട് മേടിച്ച സമയത്തൊക്കെ മഴക്കാലമായിപ്പോയായിരുന്നു. പിന്നെ നമുക്ക് എന്താ പറയുക പെയിൻ്റ് അടിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അപ്പോൾ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സമയം വന്നപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല ഡ്രൈ ആക്കണം കേട്ടോ. പോട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് ഏകദേശം പായലെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളൊരു പെയിൻറ്റ് ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറേ നാളായി പെയിൻറ്റ് മേടിച്ച് വെച്ചിട്ട്. അതായത് ഈ മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് അടിക്കാനുള്ളൊരു ടൈം കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഇത് നമ്മൾ നല്ല ഓട് കളറുള്ള ഒരു പെയിൻറ്റാണ് കേട്ടോ. അത് കണ്ടോ നമ്മുടെ പോട്ടിനൊക്കെ അടിച്ചു കൊടുക്കുന്ന പെയിൻറ്റാണ്. പിന്നെ നമുക്കൊന്ന് എടുക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിന് കുറച്ച് എടുക്കാവേ. ഇനി ഇതിലേക്കുണ്ടല്ലോ നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അധികം ഒഴിക്കണ്ട. ഒത്തിരി ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോട്ടിലിങ്ങനെ ഒരു കറക്റ്റായിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പം ഒരു കുറച്ച് അധികം വേണ്ട, ഒരു കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു പരുവം. എന്നിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊന്ന് അടിച്ച് നോക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് പെയിൻ്റ് അടിക്കാനൊരു ബ്രഷ് വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ലൂസ് കണക്കാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ച് നോക്കുക. കുഴപ്പമില്ല അല്ലേ. വേണ്ട ക്ഷമയോട് കൂടെ വേണം കേട്ടോ ഇത് ചെയ്യണമെങ്കിൽ. നമ്മൾ ധൃതി പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാകില്ല. വളരെ ക്ഷമയോട് കൂടെ ഇതിങ്ങനെ അടിക്കണം. പിന്നെ ഞാൻ ഫുള്ളായിട്ട് അടിക്കാം എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ നല്ല നയിപ്പ് പിടിച്ച പണിയാണ് കേട്ടോ. ഞാനിത് അടിക്കാൻ എടുത്തപ്പോൾ ഇത്രയും അങ്ങ് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇത് ഉണ്ടോ ഏകദേശം നമ്മൾ ഇത്രയൊക്കെ അടിച്ച് സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട് കുറച്ചും കൂടെ പോട്ടിൽ അങ്ങോട്ട് അടിക്കാൻ കിടക്കുവാണ്. അപ്പം ഇപ്പം ഇതാണ് കേട്ടോ നമ്മൾ മൊത്തമായിട്ടില്ല ചെയ്തതിൻ്റെ ഒരു ഇത്. അങ്ങനെ ഇനി ക്രിസ്തുമസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പം ഞാനൊരു സൈഡിൽ കൂടെ ഇങ്ങനെ ചെടിക്ക് പെയിൻ്റ് അടിക്കുന്നു. ഒരു സൈഡിൽ കൂടെ മക്കൾ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്ക്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും കൂടെ നമ്മുടെ ഈ ഒരു ട്രീ ഉണ്ടല്ലോ ഇതിലാണ് കേട്ടോ അവർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയുണ്ടല്ലോ നമ്മുടെ പോട്ടിനെ നിറച്ച് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് അവസാനമായിട്ട് കാണുന്ന ആ ഒരു ലുക്കാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ? അപ്പം കമൻ്റായിട്ട് എല്ലാവരും പറയണം കേട്ടോ. അതായത് നമ്മളിങ്ങനെ പോട്ടിൽ പെയിൻ്റ് അടിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു പോട്ടിന് പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയാകുമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സമയമൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. കൊള്ളാവോ എന്ന് പറയണേ. അതുകൊണ്ട് ഇടയ്ക്ക് ഒരു പോട്ട് ബ്ലാക്ക് പോട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി നമുക്കൊന്നും കൂടെ ഓർഡർ അനുസരിച്ച് റെഡിയാക്കി വെക്കണം. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഏകദേശം ഇരുന്നങ്ങ് അടിക്കട്ടെ. എന്നിട്ട് നാളെ രാവിലെ ഈ പോട്ടിൽ
നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഫുള്ളും എല്ലാത്തിലും പെയിൻ്റൊക്കെ അടിച്ച് വെച്ചേക്കണത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാത്തവരുണ്ടാകും അല്ലേ, നമ്മളൊരു പോട്ടിൽ ഇങ്ങനെ ഫുള്ള് പായലൊക്കെ പിടിച്ച് അതിനെ എങ്ങനെ നമ്മൾ കളഞ്ഞിട്ട് ഒരു പെയിൻറ്റ് നല്ല വൃത്തിയായിട്ട് അടിക്കണം എന്നൊക്കെ അറിയാത്തവരുണ്ടാകും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉപകാരമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.